എനിക്ക് പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടപ്പം സേവ് ചെയ്ത് വെച്ചതായിരുന്നു ഈ ഒരു സംഭവം. നമ്മുടെ അപ്പവും മുട്ട റോസ്റ്റും ആണെങ്കിലും ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആദ്യം മുട്ട റോസ്റ്റിനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഈ സമയത്ത് ഞാൻ കാടമുട്ട ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, ഒരു 10-20 എണ്ണം. സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കൂടെ വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് 2 കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും പേരിന് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഒരു ചെറിയ തക്കാളി കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേവാൻ പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു റോസ്റ്റ് പരുവമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ താരം വരുന്നത്. ഞാനിവിടെ അപ്പച്ചട്ടിക്ക് പകരം ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തത്. അതിലേക്ക് ചെറിയ തവി കുറേശ്ശെയായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ കുഴിയിലും ഒഴിച്ചതിന് ശേഷം അപ്പത്തിന് കറക്കുന്ന പോലെ തന്നെ ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ്. ഇനി അടച്ചു വെച്ച് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നല്ല കുഞ്ഞപ്പന്മാരെ കിട്ടും കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ഞാൻ ഇതിന് പേരൊക്കെ ഇട്ടു കുഞ്ഞപ്പൻ എന്ന്. എങ്ങനെയുണ്ട്, കാണാൻ പൊള്ളിയല്ലേ? കറക്റ്റ് നമ്മുടെ പാലപ്പം പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇനിയാണ് അടുത്ത പണി. മുട്ട റോസ്റ്റ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇനിയാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ ട്വിസ്റ്റ് വരുന്നത്. അതിലൊരു കുഞ്ഞപ്പനെ എടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മസാല കൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കാടമുട്ട കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞപ്പന്മാർ റെഡിയാണ്. കാണാൻ തന്നെ നല്ല ക്യൂട്ടായിരുന്നു, നല്ല കിളിക്കൂട് പോലെയല്ലേ, കാണുന്ന പോലെ തന്നെ കേട്ടോ. കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പം ഇത് എനിക്ക് വെറൈറ്റി ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.